ഹായ് ഓൾ, മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് 2024 നടന്ന ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കടക്കാം. നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? ജാവലിൻ. കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ മധുകർ ജാംദാർ. എവിടെയാണ് ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെൻറ്റ് തുടങ്ങിയത്? എവിടെയാണ്? മദ്രാസ്. 1913 തുടങ്ങിയ ഖാദർ മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയത് ആരാണ്? ലാല ഹർദയാലാണ് ഖാദർ മൂവ്മെൻറ്റ്. താഴെ പറയുന്നവയിൽ ബാലഗംഗാധർ തിലകൻ്റെ ജേർണൽ ഏതാണ്? മറാത്തയാണ് ബാലഗംഗാധർ തിലകൻ്റെ. 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും അതായത് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ലോർഡ് ലിൻലിത്ഗോ ആയിരുന്നു. PSC മെമ്പറെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതി. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തത്? സോവിയറ്റ് യൂണിയൻ. രാജ്യസഭ വൈസ് ചെയർമാനാകേണ്ട പ്രായം എത്രയാണ്? 30 വയസ്സാണ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ആരാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ഇതിലാരാണ്? അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അല്ലേ? അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു. മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 25. അടുത്തത്, രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? പയ്യന്നൂർ. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 1932 ഒക്ടോബർ 2 കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? ഗാന്ധിജി. അപ്പം ഗാന്ധിജിയുടെ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് 1932 ഒക്ടോബർ 2 കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിക്കുന്നത്. രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ട 1900 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? അത് ലോർഡ് കഴ്സൺ പ്രഭുവിനാണ്. അടുത്തൊക്കെ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നീതി ആയോഗിൻ്റെ 2023-24 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം 1ാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. സെബിയുടെ പൂർണ്ണ രൂപം എന്ത്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ് സെബി. പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണമാണ് 40. അഗ്നി, സൂര്യൻ, ഇന്ത്യൻ പ്രതിരോധത്തിൻ്റെ ഭാഗമായ ഈ പേരുകൾ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? മിസൈലാണ് കേട്ടോ. അഗ്നിയും സൂര്യയൊക്കെ ഇന്ത്യൻ പ്രതിരോധത്തിൻ്റെ മിസൈലുകളുടെ പേരാണ്. ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. ഉയരം കൂടിയ ഭാഗം മഹാബലേശ്വറാണ്. ഓക്കെ, ഇതിൻ്റെ ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. വിന്ധ്യ, സത്പുര, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നിവ ഇതിൻ്റെ ഭാഗമാണ്. ഇവയൊന്നുമല്ല എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി. ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ് തെറ്റ്. ഉത്തരാഖണ്ഡ് ഡെഹ്റാഡൂൺ, ബീഹാർ പാറ്റ്ന, മിസോറാം ഐസ്വാൾ. അതായത് ക്യാപിറ്റലാണ് തന്നിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7. ശരിയാണ്. ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളും 6 പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത്. തെറ്റ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം ആണേ നമ്മുടെ ഉത്തരം. അടുത്തത്, ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം, പൂർവാചൽ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. ശരി. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയൻ നിരകളെ സിവാലിക്, ഹിമാചൽ, ഹിമാദ്രി എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. ശരിയാണ്. എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സിവാലിക്കിലാണ്. തെറ്റാണ്. നാഗാഖാസി, ഗാരോ കുന്നുകൾ പൂർവാചലിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. അപ്പോൾ 3ാമത്തെ ഓപ്ഷൻ മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഹരിയാന. രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്തൊക്കെ പാകിസ്ഥാൻ
പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. ശരി. 87 മുനിസിപ്പാലിറ്റികളും 6 മുനിസിപ്പൽ കോർപ്പറേഷനുമുണ്ട്. ശരി. അർദ്ധനഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗരപഞ്ചായത്തുകളാണ്. ശരി. നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് വാർഡ് പഞ്ചായത്ത്. തെറ്റ്. അപ്പം 4ാമത്തെ ഓപ്ഷനാണ് തെറ്റായിട്ടുള്ളത്. കേരളത്തിൻ്റെ സമുദ്രതീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? കേരളത്തിൻ്റെ കടൽ തീരം 590 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. ശരി. നിലവിൽ സംസ്ഥാനത്ത് 222 കടലോര മത്സ്യഗ്രാമങ്ങളുണ്ട്. ശരി. മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജലകൃഷി വികസന ഏജൻസി, അഡാക്ക്. എല്ലാം ശരിയാണ് കേട്ടോ. അടുത്തത്, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളെയും സംബന്ധിച്ച വിവരങ്ങളാണ് ചുവടെ. ഇവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? മതികെട്ടാൻ ചോല വയനാട്. തെറ്റാണ്. ഇടുക്കിയിലാണ്. പാമ്പാടും ചോല എവിടെയാണ്? ഇടുക്കി. ശരിയാണ്. ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ. ശരിയാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം കൊല്ലം. തെറ്റാണ്. അപ്പം നമ്മുടെ ഉത്തരം പറയുന്നത് ശരിയായിട്ടുള്ളത് 2ഉം 3ഉം ആണ് കേട്ടോ. അടുത്തത്, കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. ശരിയാണ്. കായിക വിദ്യാഭ്യാസം പാഠപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ശരിയാണ്. ജനസാന്ദ്രത കൂടിയ ജില്ല മലപ്പുറം. തെറ്റാണ്. എവിടെയാണ്? തിരുവനന്തപുരമാണ്. ജനസാന്ദ്രത കൂടിയത് തിരുവനന്തപുരം, ജനസംഖ്യ കൂടിയതാണ് മലപ്പുറം. കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി അല്ലാത്തത്. കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതലുള്ളത്. ശരിയാണ്. കേരളത്തിലെ വിവിധ വൈദ്യുത സ്രോതസ്സുകളാണ് താപവൈദ്യുതി, ജലവൈദ്യുതി, കാറ്റ്, സൗരവൈദ്യുതി തുടങ്ങിയവ. ശരിയാണ്. തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിൻ്റെ പദ്ധതിയാണ് നീണ്ടകര. തെറ്റാണ്. അത് ഫിഷറീസുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ്. അതും ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. അഷ്ടമുടി കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. ശരി. ഇനി ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. ശരി. വേമ്പനാട്ടുകായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. ശരി. അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് ഏതാണ്? പമ്പ കിഴക്കോട്ടൊഴുകുന്നു, പാമ്പാർ പടിഞ്ഞാറോട്ടൊഴുകുന്നു, കുന്തിപ്പുഴ പടിഞ്ഞാറോട്ടൊഴുകുന്നു, പെരിയാർ കിഴക്കോട്ടൊഴുകുന്നു. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ അത് 3ആണ് ശരി, കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട് എന്നുള്ളത്. അടുത്തത്, സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പോൾ 1, 2, 3 കേട്ടോ. അടുത്തത്, കേരളത്തിൽ തെക്കു പടിഞ്ഞാറ് മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാമാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു. ശരിയാണ്. ഇടവപ്പാതി എന്നറിയപ്പെടുന്നു. ശരി. തുലാവർഷം എന്നറിയപ്പെടുന്നു. തെറ്റ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മഴ ഇടവപ്പാതിയാണ് കേട്ടോ. അപ്പോൾ 1ഉം 2ഉമാണ് തെറ്റ്. നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി ജില്ല. അടുത്തത്, വയനാടിനെ സംരക്ഷിക്കാൻ വരയാടിനെ സംരക്ഷിക്കാൻ നീലഗിരി താർ പ്രൊജക്റ്റ് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പാണ് വിദ്യാവാഹൻ. അടുത്തത്, എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് വയനാട്. തിരുക്കൊച്ചി സംയോജനം നടന്നത് 1949 ജൂലൈ 1. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ 2ാമത്തെ കേരളീയ കലാരൂപം ഏതാണ്? മുടിയേറ്റ്. നിബന്ധമാല എന്ന കൃതി രചിച്ചത് വിഷ്ണു കൃഷ്ണ ചിപ്ലങ്കർ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് സി ബാലകൃഷ്ണൻ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. 2023 IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്റ്റ് പ്ലെയർ ആയതാരാണ്? തുഷാർ ദേശ് പാണ്ഡെ. അടുത്തത്, ജ്ഞാനപാന പുരസ്കാരം 2023 നേടിയത് വി മധുസൂദനൻ നായർ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? 2023 ജൂലൈ 14. മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷനാണ് VK മോഹനൻ കമ്മീഷൻ. താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ D ആണ്.
വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വനമേഖലയാണ് നാഷണൽ പാർക്കുകൾ. താഴെ പറയുന്നവയിൽ ഏത് കാർഷിക വിളയിൽ പെടുന്നതാണ് വെള്ളായണി ഹ്രസ്വ? അത് കിഴങ്ങുവർഗ്ഗമാണ് കേട്ടോ. വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം ഡയേറിയ. മനുഷ്യ രക്തപരിചരണ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരി ഉത്തരം കണ്ടെത്തുക. ഇതിൽ 4ാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു എന്നുള്ളത്. ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയയാണ് ഈ കോളി ബാക്ടീരിയ. കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച പരീക്ഷണം നടത്തിയ ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ന്യൂറലിങ്ക് കോർപ്പറേഷൻ. കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കാൻ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ന്യൂറലിങ്ക് കോർപ്പറേഷൻ. ആറ്റത്തിലെ ഏത് കണത്തിൻ്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്? ഇലക്ട്രോൺ. തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റൽ ആകൃതിയിൽ ഇല്ലാത്ത കാർബണിൻ്റെ രൂപം ഏതാണ്? രൂപാന്തരമാണ് കൽക്കരി. ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളെക്കുറിച്ച് കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന. എല്ലാ ധാതുക്കളും അയിരുകളാണ്. തെറ്റ്. ലോഹത്തിൻ്റെ അംശം കൂടുതലായിരിക്കും. ശരി. എളുപ്പത്തിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാണ്. ശരിയാണ്. 2, 3 ശരി. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു. ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ്ജ രൂപമാണ് ശബ്ദം. ശബ്ദത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ശരി. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ശരി. മനുഷ്യരുടെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 2000 ഹെർട്സ് വരെ. തെറ്റ്. 20 to 20,000 ഹെർട്സ്. അപ്പോൾ 1ഉം 2ഉമാണ് ശരി. കേരള ഗവൺമെൻറ്റിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ആണ് സാരഥി. ഏത് മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം ഏർപ്പെടുത്തുന്നത്? അത് ശാസ്ത്രജ്ഞർക്കാണ്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിൽ മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷാ പദ്ധതിയാണ് വയോമിത്രം. താഴെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗബാധ ഏതാണ്? ചിക്കൻ ബോക്സ്. ജീവകം B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെർനീഷ്യസ് അനീമിയ. ജീവകം B12 അപര്യാപ്തത രോഗമാണ് പെർനീഷ്യസ് അനീമിയ. പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? വേദന കുറയ്ക്കുക, ജീവൻ രക്ഷിക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണമാണ് അനാരോഗ്യകരമായ ഭക്ഷണശീലം. മാംസ്യത്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ക്വാഷിയോർക്കർ. മാംസ്യത്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ക്വാഷിയോർക്കർ. അടുത്തത്, COVID-19 കാരണമായ രോഗാണുക്കൾക്ക് ഏത് വർഗത്തിൽപ്പെടുന്നു? വൈറസ്. COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽപ്പെടുന്നു? വൈറസ്. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് താലോലം. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് താലോലം. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരിയാണ് ബോർഡെറ്റല്ല പെർട്ടൂസിസ്. ബോർഡെറ്റല്ല പെർട്ടൂസിസ് വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി. അടുത്തത്, ചിക്കൻ ബോക്സിൻ്റെ പ്രതിരോധത്തിനുള്ള വാക്സിനാണ് വാരിസെല്ല വാക്സിൻ. ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ അമൃത്. 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ്? ഹൃദ്രോഗം. കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണവൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭമാണ് ശ്രുതി തരംഗം പദ്ധതി. കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പറാണ്
1056 1056 1056 ദിശ ഹെൽപ്പ് ലൈൻ 1056. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ GK പോർഷനിൽ നിന്നും കറണ്ട് അഫയേഴ്സിൽ നിന്നും ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കി മാത്സ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ദിവസവും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് കാണുന്നുണ്ട്. എല്ലാവരും ഇത് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളിത് കാണണം. തീർച്ചയായും നിങ്ങൾക്കിത് ഉപകാരപ്പെടും. അപ്പം മറ്റൊരു ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ലൈക്കോ ഷെയറോ ചെയ്യുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ. മറ്റൊരു ക്ലാസ്സിലൂടെ വീണ്ടും കാണാം.